നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സംഗീത ലോകത്ത് പകരം വെക്കാനില്ലാത്ത സംഗീത സാമ്രാട്ടാണ് AR റഹ്മാൻ. ഇന്ത്യൻ സിനിമയെയും സിനിമാ പാട്ടുകളെയും ഓസ്കാർ തലത്തിൽ എത്തിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. തമിഴ് സിനിമയിൽ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ് അദ്ദേഹം. ഇന്ന് പ്രണയമായാലും വിരഹമായാലും സന്തോഷമായാലും ആഘോഷമായാലും മോട്ടിവേഷൻ ആയാലും എല്ലാം AR റഹ്മാൻ സംഗീതത്തിലുണ്ട്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്നാണ് ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനായി AR റഹ്മാൻ വളർന്നത്. ബോളിവുഡിലെ അധികാരമാറ്റവും അതിനുശേഷം തനിക്ക് കഴിഞ്ഞ 8 വർഷമായി നേരിടേണ്ടി വരുന്ന അവഗണനയും കുറിച്ച് കഴിഞ്ഞ ദിവസം AR റഹ്മാൻ തുറന്നു പറഞ്ഞിരുന്നു. അധികാര ശ്രേണിയിലെ മാറ്റം വളരെ പ്രകടമാണ്. ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ വർഗീയ വികാരവും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റഹ്മാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. AR റഹ്മാനെ പോലെ ഒരു പ്രതിഭയ്ക്ക് അങ്ങനെ തോന്നലുണ്ടായെങ്കിൽ അത് പരിഹരിക്കേണ്ടതും രാഷ്ട്രമാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ആരാണ്? സംശയമൊന്നും വേണ്ട, അള്ളാ രാഖ റഹ്മാൻ എന്ന AR റഹ്മാനാണ് അതിലൊരാൾ. AR റഹ്മാന്റെ ഒരു പ്രസ്താവന രാജ്യവ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് വന്ദേ മാതരം വീണ്ടും ജനകീയമാക്കിയത്. പ്രത്യേകിച്ച് എന്റെയൊക്കെ ജനറേഷനെ മാ തുജേ സലാം പാടിച്ച് രാജ്യസ്നേഹത്തിന്റെ ആവേശത്തിൽ എത്തിച്ചത് AR റഹ്മാനാണ്. ജനിച്ചത് ദിലീപ് എന്ന പേരിൽ ഹിന്ദുവായി, പിന്നീട് ജീവിതം കൊണ്ട് മുസ്ലിമായി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി 8 വർഷത്തോളമായി അവസരമൊന്നും കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ റഹ്മാന്റെ പ്രസ്താവനയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത കൊടുത്തത്. ബോളിവുഡിലെ അധികാരമാറ്റത്തെക്കുറിച്ച് AR റഹ്മാൻ സംസാരിക്കുകയുണ്ടായി. വളരെ മയപ്പെടുത്തി ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത്. വർഗീയമായ മുസ്ലിം വിരോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അത് പറയുന്നത്. ഓസ്കാർ വിന്നറായ ഒരു മനുഷ്യനാണ് അത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് വേണ്ടി ഓസ്കാർ നേടിയിട്ടുള്ളത് AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയുമാണ്. ഞാൻ ഓംകാരത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്നതാണെന്നാണ് റസൂൽ പൂക്കുട്ടി ഓസ്കാർ വേദിയിൽ പറഞ്ഞത്. ബഹുസ്വരതയും മതഹാർദവും എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് നമ്മുടെ കലാകാരന്മാർ. ആ AR റഹ്മാന് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റേറ്റിനാണ്, രാജ്യത്തിനാണ്, രാഷ്ട്രത്തിനാണ്. നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തിനെതിരെ അക്രമം നടക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ടോ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ കാര്യമില്ല. ജിന്നയുടെ മകൾ പോലും പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായിട്ടും അവിടേക്ക് പോവാതെ ഇന്ത്യയിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചതാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ യോജിപ്പുണ്ടാകണം. അവിടെയാണ് AR റഹ്മാന്റെ നന്മ നമ്മൾ കാണേണ്ടത്. ഗാന്ധി വേഴ്സസ് ഗോഡ്സെ എന്ന സിനിമയ്ക്ക് പോലും സംഗീതം നൽകിയത് അദ്ദേഹമാണ്. ആ സിനിമയ്ക്ക് പോലും വാല്യൂ കിട്ടിയത് AR റഹ്മാൻ വന്ന ശേഷമാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് വർഗീയത തോന്നിയെങ്കിൽ അങ്ങനെയല്ല എന്ന് കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ജനതയ്ക്കാണ്. പലപ്പോഴും ബോളിവുഡ് മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗൻഡയിലേക്ക് പോയിട്ടുണ്ടെന്നത് സത്യമാണ്. അവിടെയും ഇവിടെയും നടക്കുന്ന സംഭവങ്ങളെ പാർവതീകരിച്ച് അതിഭീകരമായ ഊതി വീർപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 3 പേരുടെ കഥ 35,000 പേരുടെ കഥയാക്കിയ കേരള സ്റ്റോറി പോലെയോ മുസ്ലിം വിരോധമായി കാശ്മീരി പണ്ഡിറ്റുകളുടെ കഥ ഉപയോഗിക്കുന്നത് പോലെയോ ആണത്. നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ പലതും ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ അടിക്കാനുള്ള വടിയായിട്ടാണ്. സാമുദായികത വേണം, പക്ഷേ വർഗീയത എന്ന് പറയുന്നത് പരസ്പര വിദ്വേഷമാണ്. അതില്ലാതാവട്ടെ. AR റഹ്മാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതേസമയം അന്ന് AR റഹ്മാൻ പറഞ്ഞത്, കഴിഞ്ഞ 8 വർഷമായി അധികാര ഘടനയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സർഗാത്മത ഇല്ലാത്തവരുടെ കയ്യിലാണ് അധികാരം. അതിന് വർഗീയ മാനവും ഉണ്ടാകാം. അവർ നിങ്ങളെ തീരുമാനിച്ചു. പക്ഷേ മ്യൂസിക് കമ്പനികൾ അവരുടെ 5 സംഗീത സംവിധായകരെ ഉൾപ്പെടുത്തി എന്നൊക്കെ അഭ്യൂഹങ്ങളായി എന്റെ കാതിൽ എത്താറുണ്ട്. പക്ഷേ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് കുടുംബത്തോടൊപ്പം ചെലവിടാൻ കൂടുതൽ സമയം ലഭിക്കും. ഞാനിപ്പോൾ ജോലി തിരഞ്ഞു നടക്കുകയല്ല. എനിക്ക് ജോലി തിരഞ്ഞു പോകേണ്ടതില്ല. ജോലി എന്നെ തേടി വരണം. ഞാൻ അർഹിക്കുന്നത് എന്തോ എനിക്ക് ലഭിക്കും എന്നാണ് റഹ്മാൻ പറഞ്ഞത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തി നിലനിൽക്കാൻ കഴിഞ്ഞ ഏക സംഗീത സംവിധായകൻ താനാണെന്നും റഹ്മാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവ മുഖ്യധാരാ സിനിമകളായിരുന്നില്ല. അത്തരമൊരു സ്ഥലത്ത് കയറി ചെല്ലാൻ കഴിഞ്ഞതും അവർ എന്നെ സ്വീകരിച്ചതും വളരെ ചാരിതാർത്ഥ്യമുണ്ടാക്കിയ കാര്യമാണെന്നും റഹ്മാൻ പറഞ്ഞിരുന്നു.
മോശം ലക്ഷ്യങ്ങളോടെ ചെയ്യുന്ന സിനിമകളിൽ താൻ സഹകരിക്കാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിക്കി കൗശൽ നായകനായ ചാവയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ അത് ഭിന്നതയുണ്ടാക്കുന്ന സിനിമ തന്നെയാണെന്ന് റഹ്മാൻ സമ്മതിച്ചു. പക്ഷേ ധൈര്യവും പരാക്രമവുമാണ് ചാവയുടെ അടിസ്ഥാന വികാരം. അതുകൊണ്ട് അതിന്റെ സംഗീതം ഏറ്റെടുത്തത് സിനിമ കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനൊന്നും കഴിയില്ല. പ്രേക്ഷകർ വളരെ സമർത്ഥരാണെന്നാണ് റഹ്മാൻ പറഞ്ഞത്. അതേസമയം 1967 ജാനുവരി 6 അന്നത്തെ മദ്രാശിയിൽ സംഗീത സംവിധായകൻ R.K. ശേഖറിന്റെ മകനായിട്ടാണ് അള്ളാ റഹ്മാൻ എന്ന A.R. റഹ്മാന്റെ ജനനം. പക്ഷെ അന്ന് പേര് A.R. റഹ്മാൻ എന്നായിരുന്നില്ല, ദിലീപ് കുമാർ എന്നായിരുന്നു. അമ്മ കസ്തൂരി അച്ഛന്റെ കൂടെ മ്യൂസിക് കമ്പോസിഷന് പോകുമ്പോൾ അവിടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്ന കുട്ടിയെ എല്ലാവരും പ്രശംസിച്ചു. വലുതാകുമ്പോൾ ഇവനൊരു സംഗീതജ്ഞനാകും എന്ന് പലരും പ്രവചിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി അച്ഛൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ തിരിച്ചടി. അന്ന് ദിലീപ് കുമാറിന് 9 വയസ്സായിരുന്നു പ്രായം. നിത്യജീവിതത്തിനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് ചെലവ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പറ്റാതെ ആയപ്പോൾ 11ാം വയസ്സിൽ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തെ നോക്കാൻ A.R. റഹ്മാൻ പല ജോലികളും ചെയ്യാൻ തുടങ്ങി. വരുമാനം ഉണ്ടാക്കുന്നതിന്റെ തന്ത്രപ്പാടിൽ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ഇതിലും ഭേദം മകനെ തെരുവിലേക്കിറക്കി പിച്ചു തണ്ടാൻ അയച്ച് വരുമാനം ഉണ്ടാക്കുന്നതാണ് എന്ന് ടീച്ചർ അമ്മയെ വിളിപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം MCN എന്ന സ്കൂളിലേക്കും അത് കഴിഞ്ഞ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മാറി. അവിടെ വെച്ചാണ് A.R. റഹ്മാന് സംഗീതത്തിലുള്ള തന്റെ താല്പര്യം വീണ്ടെടുക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മ്യൂസിക് ബാൻഡ് തുടങ്ങി. പക്ഷെ ജീവിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല. പഠനവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് കുമാർ അമ്മയോട് പറഞ്ഞ് സംഗീത ലോകത്തേക്ക് മുഴുവനായി ഇറങ്ങി. അതിനുശേഷം ചെന്നൈ ആസ്ഥാനമാക്കിയ ഒരു മ്യൂസിക് ബാൻഡിന് തുടക്കം കുറിച്ചു. നെയിംസിസ് അവന്യൂ എന്ന പേരിലുള്ള മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. കീബോർഡ്, ഗിറ്റാർ, ഹാർമോണിയം, സിന്തസൈസർ, പിയാനോ ഇങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളെല്ലാം മനോഹരമായി ഉപയോഗിക്കുമെങ്കിലും A.R. റഹ്മാൻ ഏറ്റവും ഇഷ്ടം സിന്തസൈസർ ആയിരുന്നു. സംഗീതത്തിന്റെയും ആധുനികതയുടെയും ഒരു ഒത്തുചേരലാണ് ഈ സിന്തസൈസർ എന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്. മാസ്റ്റർ ധനരാജന്റെ കീഴിലായിരുന്നു ആദ്യം A.R. റഹ്മാൻ സംഗീതം പഠിച്ചത്. 11ാം വയസ്സിൽ അച്ഛന്റെ സുഹൃത്തായ മലയാളം മ്യൂസിക് കമ്പോസർ M.J. അർജുന്റെ ഓർക്കസ്ട്ര ടീമിനൊപ്പം പ്രവർത്തിച്ചു. അതിനുശേഷം MS വിശ്വനാഥൻ, വിജയ് ഭാസ്കർ, ഇളയരാജ, രമേശ് ഭാസ്കർ, സക്കീർ ഹുസൈൻ, കുന്നക്കുടി വിദ്യാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷമാണ് ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടിയത്. അക്കാലത്ത് തന്നെ ഒത്തിരി സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റായും A.R. റഹ്മാൻ പ്രവർത്തിച്ചിരുന്നു. 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ MS ബാലകൃഷ്ണന്റെ കളിക്കളം എന്ന പാട്ടിന് പിന്നിലൊക്കെ A.R. റഹ്മാനും ഉണ്ട്. 23ാം വയസ്സിലാണ് A.R. റഹ്മാൻ ഹിന്ദുമതം വിട്ട് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. കുടുംബത്തോടെയുള്ള മതം മാറ്റമായിരുന്നു അത്. 1984 സഹോദരിക്കൊരു അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഖദരി തരീഖിനെ കുറിച്ച് അദ്ദേഹം അടുത്തറിയുന്നത്. 89 അള്ളാ റഖാ റഹ്മാൻ എന്ന പേര് സ്വീകരിച്ച് മതം മാറ്റം നടത്തിയത്. അമ്മ കസ്തൂരി കരീമയും ആയി. 1992 റോജ എന്ന സിനിമയ്ക്ക് സംഗീതം ഒരുക്കിക്കൊണ്ടാണ് സംഗീത സംവിധായകനായി മാറുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. പിന്നീട് അങ്ങോട്ട് ഒരു A.R. റഹ്മാൻ യുഗം തന്നെയായിരുന്നു. ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റ്. പൊട്ടിപ്പൊളിഞ്ഞ സിനിമകൾ പോലും A.R. റഹ്മാന്റെ സംഗീതം കൊണ്ട് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നവയാണ്. സംഗീതം ഒരു മാന്ത്രികതയായി മാറുന്നതും ആസ്വാദകർ കണ്ടു. 2 ഓസ്കാറും 2 ദേശീയ പുരസ്കാരങ്ങളും അടക്കം 175ഓളം പുരസ്കാരങ്ങളാണ് റഹ്മാൻ നേടിയത്. 252ഓളം പുരസ്കാരങ്ങൾക്ക് വേണ്ടി റഹ്മാന്റെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയം. കലൈമാമണി, പത്മശ്രീ, പത്മഭൂഷൺ, അവതാ സമ്മൻ, നാഷണൽ ലതാ മങ്കേഷ്കർ പുരസ്കാരം എന്നിവ നൽകി രാജ്യം ആദരിച്ച A.R. റഹ്മാന് അണ്ണാ യൂണിവേഴ്സിറ്റി, അലിംഗ്ര യൂണിവേഴ്സിറ്റി, മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി, റോയൽ കൺസർവേറ്ററി, സ്കോട്ട്ലാൻഡ്, ബെർക്കലി കോളേജ് ഓഫ് മ്യൂസിക് എന്നിങ്ങനെയുള്ള ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.